അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. അൻ അബി ഉമാമത്ത റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ ഫഹമിദല്ലാഹ അലൈഹാ ഇലാ ആഖിരിൽ ഹദീസ്. ബഹുമാനികളെ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നിഅമത്ത് ചെയ്തു, അനുഗ്രഹം ചെയ്തു. ഫഹമിദല്ലാഹ, ആ നിഅമത്തിന്റെ മേൽ, ഫഹമിദല്ലാഹ അലൈഹ, ആ അനുഗ്രഹം കിട്ടിയതിന്റെ പേരിൽ അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഹംദ് പറഞ്ഞു, മനസ്സ് നിറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എന്നാൽ ഇല്ലാ കാന ദാലിക്കൽ ഹംദു, ആ ഹംദ് ആയിട്ടല്ലാതെ ഇല്ല, അഫ്ളല മിൻ തിൽക നിഅമതി, ആ അനുഗ്രഹത്തെക്കാളും ശ്രേഷ്ഠമായിട്ട് ആയിട്ടല്ലാതെ ഇല്ല. വൈൻ അളുമത്ത്, ആ അനുഗ്രഹം എത്ര വലുതാണെങ്കിലും, എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല കൊടുത്തത് എങ്കിലും ആ അനുഗ്രഹത്തിൽ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, എത്ര വലിയ അനുഗ്രഹമാണെങ്കിലും ആ അനുഗ്രഹത്തെക്കാളും ശ്രേഷ്ഠമാണ് ഈ ഹംദ്, അള്ളാഹുവിനെ സ്തുതിച്ചത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അൽ ഹംദ് എന്നുള്ളത്, അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് അള്ളാഹു തആല ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ശരീഫ് തുടങ്ങുന്നതും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാക്യം കൊണ്ടാണല്ലോ. അള്ളാഹുവിനെ സ്തുതിക്കുന്ന അടിമകളോട് അള്ളാഹു തആലയ്ക്ക് ഏറെ ഇഷ്ടമാണ്. അവ്വലു മൻ യുദ്ആ ഇലൽ ജന്നത്തി, സ്വർഗ്ഗത്തിലേക്ക് ആദ്യമായിട്ട് വിളിക്കപ്പെടുന്നത് അൽ ഹമ്മാദൂന, അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്നവരാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് വിളിക്കപ്പെടുന്നത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായിട്ട് ഹംദ് ചെയ്യുന്നവരെയാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് പറയാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ നാം മുതലെടുക്കണം, നാം അതിനെ വിനിയോഗിക്കണം. അള്ളാഹു സുബ്ഹാനഹു അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു തആല സഫലീകരിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ധാരാളം പേരുണ്ട്. അള്ളാഹു തആല അവരുടെ എല്ലാവരുടെയും വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി റാഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.